ഗൈസ്, സ്റ്റെറോയിഡ് യൂസ് ചെയ്താലുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ പറ്റി പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഹാർട്ട് ഡിസീസ്, ഹൈ BP, ഗൈനക്കോമസ്റ്റിയ, മുടികൊഴിച്ചിൽ, സ്കിന്നിനുണ്ടാകുന്ന ആക്നികൾ തുടങ്ങിയവയൊക്കെ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സൈഡ് എഫക്റ്റ് കൂടെ ഇതിന് പുറകിലുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെ പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ സൈഡ് എഫക്റ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് അഗ്രഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് പലതരത്തിലുള്ള മൂഡ് സ്വിങ്സുകൾ ഒക്കെ നിങ്ങൾ ഒരു സ്റ്റെറോയിഡ് സൈക്കിളിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പക്കപ്പോകാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു സ്റ്റെറോയിഡ് സൈക്കിൾ റൺ ചെയ്ത ധാരാളമായിരിക്കും. കാരണം ആ ടൈം പീരീഡിൽ നിങ്ങൾ വെറുപ്പിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വെറുപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ബാക്കിയുള്ള സൈഡ് എഫക്റ്റ് പോലെ തന്നെ ഇതും മെൻ്റലി വരുന്ന സൈഡ് എഫക്റ്റും ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. ചിലർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകാറില്ല, ചിലർക്ക് നന്നായി ഫീൽ ചെയ്യും. അതുകൂടാതെ സ്റ്റെറോയിഡ്സിന് അഡിക്ഷൻ കൂടെയുണ്ട്. കാരണം വൺസ് നിങ്ങളൊരു മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതില്ലാണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ കണ്ടിന്യൂസ്ലി മെഡിസിൻ യൂസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇതുണ്ടാക്കും. സോ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഒക്കെ ഒരു സ്റ്റെറോയിഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ 100 വട്ടം ആലോചിച്ച ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക.